ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ. മനസ്സ് തകർന്നു നിൽക്കുന്ന സമയങ്ങളിലും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരു താങ്ങായി നിൽക്കുന്നത് നിങ്ങൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ലോകത്ത് പ്രപഞ്ചശക്തിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളെ വിജയങ്ങൾ കീഴടക്കാൻ സഹായിക്കും. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി പല സൂചനകളും പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിക്കുന്നു. ഇവിടെ നിങ്ങളോട് പ്രപഞ്ചത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ 3 കാർഡുകൾ നൽകിയിട്ടുണ്ട്. നന്നായി പ്രാർത്ഥിച്ച് ഇതിൽ നിന്നും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സൂചനകളും മുന്നറിയിപ്പുകളും മനസ്സിലാക്കൂ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡുകളെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1ാമത്തെ കാർഡാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് ദ ഹൈ പ്രീസ്റ്റസ്, ഉന്നത പൂജാരിണി എന്ന കാർഡിനെ സൂചിപ്പിക്കുന്നു. പ്രണയത്തിന്റെ കാര്യത്തിൽ ഈ കാർഡ് നൽകുന്ന സന്ദേശം വളരെ ആഴമേറിയതാണ്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും മറ്റുള്ളവരുടെ ഉപദേശത്തേക്കാൾ നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ശരിയായ വഴി കാണിച്ചു തരും. നിങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെയോ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട സമയമാണിത്. പ്രണയത്തിന്റെ കാര്യത്തിൽ തിരക്ക് കൂട്ടാതിരിക്കുക. കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നതും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും ഗുണം ചെയ്യും. കേവലം ശാരീരികമായ ഒന്നതിലുപരി മനസ്സിന്റെ പൊരുത്തമുള്ള ഒരു ബന്ധത്തെയാണ് ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നത്. ഈ കാർഡ് പലപ്പോഴും രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ഒരാളോട് മനസ്സിലുള്ള ഇഷ്ടം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലും അത് രഹസ്യമായി വെച്ചിരിക്കുകയാവാം. പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക ആകർഷണ ശക്തിയുണ്ട്. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം തോന്നും. എന്നാൽ എല്ലാവർക്കും മുൻപിൽ മനസ്സ് തുറക്കാതെ കൃത്യമായ വ്യക്തിയെ കണ്ടെത്തുന്നതുവരെ ആ സംയമനം പാലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഗട്ട് ഫീലിംഗ് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരാളെ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കുക. ഈ കാർഡ് ഒരു പ്രവർത്തനത്തിന്റെ കാർഡല്ല, മറിച്ച് കാത്തിരിപ്പിന്റെ കാർഡാണ്. പ്രണയബന്ധങ്ങളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വരുത്താനോ നിർബന്ധപൂർവം കാര്യങ്ങൾ നടത്താനോ ശ്രമിക്കരുത്. എല്ലാം അതിന്റെ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പ്രണയജീവിതം ഇപ്പോൾ ഒരു നിശബ്ദമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, എന്നാൽ നിങ്ങളുടെ മനസാക്ഷിയെ വിശ്വസിക്കുകയും ചെയ്യാം. ദ മൂൺ, ചന്ദ്രൻ എന്ന 2ാമത്തെ കാർഡ് പ്രധാനമായും ഉപബോധ മനസ്സിനെയും സബ് കോൺഷ്യസ് കാര്യങ്ങൾ വ്യക്തമല്ലാത്ത അവസ്ഥയെയും ഭയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെയും സാഹചര്യങ്ങളെയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പുകമഞ്ഞിൽ മറഞ്ഞതുപോലെ അവ്യക്തമായിരിക്കാം. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ കാണുന്നത് പോലെയല്ലായിരിക്കാം. അതിനാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുന്ന ചില സത്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സമയമാണിത്. പുറമേ കാണുന്ന സൗഹൃദങ്ങളോ ബന്ധങ്ങളോ അത്രത്തോളം സത്യസന്ധമാകണമെന്നില്ല. യുക്തിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ പോലും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായേക്കാം. ഈ ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സത്യം തിരയുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെടുക. മനസ്സിനെ ശാന്തമാക്കാൻ കലകളിലോ സർഗാത്മകമായ കാര്യങ്ങളിലോ ഏർപ്പെടുന്നത് നല്ലതാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവന ഇപ്പോൾ വളരെ സജീവമാണെന്നാണ്. ചിത്രത്തിൽ 2 ഗോപുരങ്ങൾക്കിടയിലൂടെ നീളുന്ന ഒരു പാത കാണാം. ഇത് നിങ്ങളിപ്പോൾ ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു. ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലായിരിക്കാം, എങ്കിലും ആ പാതയിലൂടെ മുന്നോട്ടു പോകാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നു. വെളിച്ചം കുറവാണെങ്കിലും വഴി തെറ്റാതെ നോക്കുക എന്നതാണ് പ്രധാനം. ചന്ദ്രപ്രകാശത്തിൽ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയില്ലല്ലോ. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും കാര്യങ്ങൾ വളച്ചൊടിച്ച് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനോ സാധ്യതയുണ്ട്. വിശ്വസിക്കുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലോ പുതിയ ഉടമ്പടികളിലോ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ചുരുക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ജാഗ്രത പാലിക്കുക. കാണുന്നതൊന്നും പൂർണ്ണ സത്യമാകണമെന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. വ്യക്തത ലഭിക്കുന്നതുവരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാറ്റിവെക്കുക. പുകമഞ്ഞ് നീങ്ങുമ്പോൾ സത്യം വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ വികാരങ്ങളെ കലയിലൂടെയോ പാട്ടിലൂടെയോ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. നിങ്ങളുടെ വരാനിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ചും ജീവിതത്തിലെ വലിയ മാറ്റങ്ങളെക്കുറിച്ചും വീൽ ഓഫ് ഫോർച്യൂൺ, ഭാഗ്യചക്രം എന്ന 3ാമത്തെ കാർഡ് നൽകുന്ന സൂചനകൾ താഴെ പറയുന്നവയാണ്. ഈ കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വിധിയെ, ഡെസ്റ്റിനി സൂചിപ്പിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത
ചില നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാകാനും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താനും ഈ കാർഡ് വഴി തെളിക്കുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ പരിശ്രമം കൊണ്ടല്ലാതെ തന്നെ സംഭവിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ഈ കാർഡ് അത്തരമൊരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും തടസ്സപ്പെട്ട് കിടന്ന ഫയലുകളോ പണമിടപാടുകളോ പെട്ടെന്ന് ശരിയാകാനും സാധ്യതയുണ്ട്. കഷ്ടപ്പാടുകളുടെയോ തടസ്സങ്ങളുടെയോ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി നല്ലൊരു കാലം വരാനിരിക്കുന്നു എന്നാണ് ഈ ചക്രം സൂചിപ്പിക്കുന്നത്. ചക്രത്തിന് മുകളിലേക്കും താഴേക്കും ചലനങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ചക്രം തിരിഞ്ഞ് നിങ്ങൾ മുകളിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് ഇതിനർത്ഥം. മോശം സമയത്തിന് ശേഷം നല്ല സമയം വരുന്നു എന്ന പ്രകൃതി നിയമമാണിത്. സാമ്പത്തികമായോ തൊഴിൽപരമായോ അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകാം. നിങ്ങൾ ഇതിനോടകം ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു മേഖലയിൽ നിന്ന് ലാഭം വരാം. ജീവിതത്തിലെ പഴയൊരധ്യായം അവസാനിക്കുകയും പുതിയൊരെണ്ണം തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ഒരു പുതിയ ബിസിനസ്, പുതിയ ബന്ധം, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം സന്ദർശിക്കാനുള്ള അവസരം എന്നിവയാകാം. മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കുക എന്നതാണ് ഈ കാർഡ് നൽകുന്ന സന്ദേശം. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യുന്നു എന്നതാണ് ഈ കാർഡിന്റെ തത്വം. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഒരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. ആർക്കെങ്കിലും നൽകിയ കടം തിരികെ ലഭിക്കുകയോ നിങ്ങൾ ചെയ്ത സഹായത്തിന് പകരമായി മറ്റൊരാൾ നിങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കുകയോ ചെയ്തേക്കാം. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കുക. അവ നിങ്ങളെ പുതിയൊരു ഉയരത്തിൽ എത്തിക്കാനാണ് വരുന്നത്. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ അല്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം, എന്നാൽ അവ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായവയാണ്. ഭാഗ്യം നിങ്ങളുടെ വാതിക്കൽ മുട്ടുമ്പോൾ അത് തിരിച്ചറിയാനും പ്രവർത്തിക്കാനും തയ്യാറാകുക. കാര്യങ്ങൾ ശരിയാകും എന്ന പോസിറ്റീവ് ചിന്ത പുലർത്തുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഭാഗ്യത്തെ ഇരട്ടിയാക്കും. ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഭാഗ്യചക്രത്തിന്റെ വേഗത കൂട്ടാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. പണ്ട് പരാജയപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങൾ പെട്ടെന്ന് വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച ഈ സമയത്ത് കാണാൻ സാധിക്കും. ഈ ഭാഗ്യകാലം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. സംശയങ്ങൾ ദൂരീകരിച്ച് വ്യക്തമായ പ്ലാനോടെ പ്രവർത്തിച്ചാൽ ഈ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.